ഇപ്പൊ അൽഹംദുലില്ലാഹ് നമ്മുടെ കേരളം, പ്രത്യേകിച്ച് സുന്നി മുസ്ലിമീങ്ങൾ എല്ലാവരുടെയും മനസ്സുകൾ ഏകോപിച്ച് നിൽക്കുന്ന നല്ല ഒരു സന്ദർഭമാണ്. അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ. ചേലക്കാട് 2 വിഭാഗം സുന്നികൾ അവർ തമ്മിൽ ഒരു പ്രശ്നം വന്നു. അങ്ങനെ ഞങ്ങളുടെ സംഘടനയിൽപ്പെട്ടവർ വന്ന് എന്നോട് പറഞ്ഞു, ഇങ്ങനെ അവിടെ കേരള സംസ്ഥാന ജമിയത്തുൽ ഉലമയുടെ ആളുകളും നിങ്ങളല്ലാത്ത ജമിയത്തുൽ ഉലമയുടെ ആളുകളും തമ്മിൽ തെറ്റിയിട്ട് അവിടെ വലിയ പ്രശ്നമാണ്. ഞങ്ങൾ ഏത് പക്ഷത്താണ് നിൽക്കേണ്ടത്? ഞാൻ പറഞ്ഞു 2 പക്ഷം നിൽക്കാൻ പാടില്ല, നിങ്ങൾ നിഷ്പക്ഷമായി നിന്ന് അവരെ യോജിപ്പിക്കാൻ നോക്കണം. അപ്പൊ അവർ ചോദിച്ചു, അങ്ങനെ യോജിപ്പിക്കുക? ഞാൻ നിങ്ങളൊരു പരിപാടി വെക്കും, ഞാൻ വന്ന് പ്രസംഗിച്ചിരാം. ഞാൻ അവിടെ പോയി പ്രസംഗിച്ചു. ഞാൻ പറഞ്ഞു, നമ്മൾ ചേരിതിരിയുകയല്ല വേണ്ടത്, നമ്മൾ ഒന്നിച്ചു നിൽക്കുമ്പോഴാണ് നേതാവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിൽ സന്തോഷം, അപ്പോഴാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് സന്തോഷം, അപ്പോഴാണ് ഉമർ റളിയല്ലാഹു അൻഹുവിന് സന്തോഷം, അപ്പോഴാണ് നമ്മുടെ ഇമാമിങ്ങൾക്ക് മുഴുവനും സന്തോഷം, അപ്പോഴാണ് നമ്മുടെ മുൻഗാമികളായ വരക്കൽ മുല്ലക്കോയ തങ്ങൾക്ക് സന്തോഷം, അപ്പോഴാണ് പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർക്ക് സന്തോഷം, അപ്പോഴാണ് ഖുതുബി തങ്ങൾക്ക് സന്തോഷം, അപ്പോഴാണ് ശരീഅത്ത് അഹമ്മദ് തങ്ങൾക്ക് സന്തോഷം. എല്ലാ മഹാന്മാർക്കും അപ്പോഴാണ് സന്തോഷം, ചേരി തിരിയുമ്പോഴല്ല. ഞാൻ അവിടെ വെച്ച് അന്ന് പ്രസംഗിച്ച പ്രസംഗം അതന്ന് CD ആയി ഇറങ്ങിയിരുന്നു. അതിന്റെ പേരിപ്പോൾ ഞാൻ ഓർക്കുന്നില്ല. കോഴിക്കോട്ട് ഒരു പ്രധാനപ്പെട്ട വ്യക്തിയുടെ വീട്ടിൽ ഞാനും ബഹുമാനപ്പെട്ട മർഹൂം ഹൈദരലി ശിഹാബ് തങ്ങളും, അല്ലാഹു മരണപ്പെട്ടുപോയ എല്ലാ സയ്യിദന്മാർക്കും ആലിമീങ്ങൾക്കും മോമിനീങ്ങൾക്കും സ്വർഗം നൽകട്ടെ, ഒരുമിച്ച് കൂടിയ ഒരു ദിവസം ഞാൻ തങ്ങളവറുകളുടെ കൂടെയുള്ള ആളെ കയ്യിൽ ആ CD കേട്ടു നോക്കാൻ വേണ്ടി കൊടുത്തതും എനിക്ക് ഓർമ്മയില്ല. സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വന്നത്, പരിശുദ്ധ ഇസ്ലാം അത് ഭിന്നിക്കാനുള്ളതല്ല, പരസ്പരം കുറ്റം പറയാനുള്ളതല്ല, മറ്റു മതക്കാരെ ഇകഴ്ത്താനുള്ളതുമല്ല, ശത്രുതയുണ്ടാക്കാനുള്ളതുമല്ല. ഇസ്ലാം സാഹോദര്യത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും സഹകരണത്തിന്റെയും സ്നേഹത്തിന്റെയും സഹവർത്തിത്വത്തിന്റെയും മതമാണ്. അതിന്റെ ആശയമാണ് നമ്മൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കേണ്ടത്. ഒരു ഹൈന്ദവൻ ഹിന്ദുമതത്തിൽ വിശ്വസിച്ച് ജീവിക്കുന്നതുകൊണ്ട് നമുക്കെന്താ കുഴപ്പം? ഒരു ക്രിസ്തുമതക്കാരൻ ക്രിസ്ത്യാനിയായി ജീവിക്കുന്നത് നമുക്കെന്താ കുഴപ്പം? അതുകൊണ്ട് നമ്മുടെ ഇസ്ലാമിനെ അവർ കേടുവരുത്തുന്നില്ലല്ലോ. അതേ സമയത്ത് ഖുർആനിൽ പറയുന്നത് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണ മനുഷ്യനാണ് എന്ന് പഠിപ്പിച്ചാൽ മുസ്ലിമീങ്ങളെ ഈമാൻ പോയി പോകും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശരീരം മണ്ണിന്റെ ഉള്ളിൽ നിന്ന് ജീർണിച്ച് നശിച്ചുപോയി എന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നത് എന്ന് ഇല്ലാത്തത് ഖുർആന്റെ പേരിൽ പഠിപ്പിച്ചിട്ട് ഒരാളെ ഈമാൻ കളഞ്ഞാൽ ഇസ്ലാമിനാണ് അവിടെ കേടുവരുന്നത്. ഇതുപോലെ മുആവിയ റളിയല്ലാഹു അൻഹു മുനാഫിഖാണെന്ന് പറഞ്ഞ് ഏത് തരീഖത്തുകാരൻ വന്നാലും അവൻ അള്ളാന്റെ ദീനിനെയാണ്, ജനങ്ങളെ ഈമാനാണ് നശിപ്പിക്കുന്നത്. ഹൈന്ദവർ ആരും ഇവിടെ ഈമാൻ നശിപ്പിക്കുന്നില്ല, അതേപോലെ ക്രൈസ്തവർ നശിപ്പിക്കുന്നില്ല, മതമില്ലാത്തവരും ഈമാൻ നശിപ്പിക്കുന്നില്ല. ഈമാൻ നശിപ്പിക്കുന്ന രോഗാണുക്കൾ വലിയ അപകടമാണ്. അതിനെ സംബന്ധിച്ച് നല്ല ബോധം മുസ്ലിമീങ്ങൾക്കുണ്ടാകും. അങ്ങനെ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിൽ വിശ്വസിക്കുന്ന ജനങ്ങൾ എപ്പോഴും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ടാണ് ജീവിക്കേണ്ടത്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ മറന്നില്ല. അല്ലാഹുവിനോട് സംഭാഷണം നടത്തുമ്പോഴും അവിടുന്ന് നമുക്ക് വേണ്ടി ചോദിച്ചു വാങ്ങുന്നു, അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹിസ് സാലിഹീൻ. ഈ സംഭാഷണങ്ങളെല്ലാം അല്ലാഹു കൊടുത്ത വയർലെസ് മുഖേന ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കേൾക്കുന്നുണ്ട്, അറിയുന്നുണ്ട്. അപ്പോഴാണ് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു പോയത്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. ഈ നബിയെ സൃഷ്ടിച്ച് പോറ്റി വളർത്തുന്ന ഈ അല്ലാഹു തആല എല്ലാവരെയും സൃഷ്ടിച്ചിട്ടാ, അവനല്ലാതെ ആരാധനയ്ക്ക് അർഹരില്ലെന്ന് ഞാൻ ഉറപ്പിച്ച് പ്രഖ്യാപിക്കുന്നു. അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇങ്ങനെയുള്ള ഒരു നേതാവായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അതാ റസൂലായി നിയോഗിച്ചയച്ച ആ മുഹമ്മദ് നബി സാധാരണ മനുഷ്യനല്ല, അല്ലാഹുവിന്റെ റസൂലാണെന്ന് ഞാൻ മനസ്സിൽ ഉറപ്പിച്ച് പ്രഖ്യാപിക്കുന്നു. അതെല്ലാം കൂടി കൂട്ടിയിട്ടാണ് നമുക്ക് നിസ്കാരത്തിൽ അത്തഹിയ്യാത്ത് ഓതാൻ വേണ്ടി തന്നത്. അതാ മിറാജിന്റെ രാത്രിയിൽ നടന്ന അല്ലാഹുവിന് അങ്ങോട്ട് സമർപ്പിച്ചതും അല്ലാഹു ഇങ്ങോട്ട് നബിതങ്ങൾക്ക് കൊടുത്തതും അപ്പോൾ നബിതങ്ങൾ നമുക്ക് വേണ്ടി ചോദിച്ചു വാങ്ങിയതും അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പ്രഖ്യാപിച്ചതും ഇതെല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ടാണ് ഉമ്മമാരെ നമുക്ക് നിസ്കരിക്കാൻ വേണ്ടി അല്ലാഹു തആല നിസ്കാരത്തിൽ അത്തഹിയ്യാത്ത് തന്നത്. അതിന്റെ ഉടനെ നമ്മൾ ചെയ്യുന്ന കാര്യം സലാത്താണല്ലോ, ഹബീബ് നബിതങ്ങളുടെ പേരിലുള്ള സലാത്താണല്ലോ. ആ സലാത്ത് നിർബന്ധമാണ്. യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. നിങ്ങൾ നബിതങ്ങൾക്ക് സലാത്ത് ചൊല്ലണം, സലാം ചൊല്ലണം. അത് ഖുർആൻ കൽപ്പിച്ചതായതിനാൽ അത് നിർബന്ധമാണ്. ആ നിർബന്ധം കിട്ടുന്നത് നിസ്കാരത്തിലാണ്. അസ്സലാമു അലൈക അയ്യുഹൻ നബിയു. നബിതങ്ങൾക്ക് നമ്മൾ സലാം പറയുന്നു. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് അല്ലെങ്കിൽ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദ്. നബിതങ്ങൾക്ക് നമ്മൾ സലാത്ത് ചൊല്ലുന്നു, നിർബന്ധം വീട്ടുന്നു. എന്നാൽ ഖുതുബയിലും സലാത്ത് വേണം, മയ്യിത്ത്
5 നിസ്കാരത്തിലും സലാത്ത് വേണം. അവിടെ എല്ലാം നിർബന്ധമാണ്. സലാത്ത് എത്രയും കൂടുതൽ ചൊല്ലിയാൽ അത് വലിയ പുണ്യമാണ്. ഞാൻ ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് ഒരു 100 സലാത്ത് ചൊല്ലിയിട്ടല്ലാതെ എന്നെ സ്നേഹിച്ച എന്റെ പ്രിയപ്പെട്ട നേതാവ് നബിയുടെ പേരിൽ ഒരു 100 സലാത്ത് ചൊല്ലാതെ ഞാൻ കിടന്നുറങ്ങുകയില്ല എന്ന് പ്രതിജ്ഞയെടുത്തോ ഉമ്മമാരെ, ചെറുപ്പക്കാരെ. നബിതങ്ങളുടെ പേരിൽ സലാത്ത് ചൊല്ലിയാൽ അത് നബിതങ്ങൾക്ക് മുതലെടുപ്പിനുള്ളതല്ല. മൻ സല്ലാ അലയ്യ വാഹിദതൻ, ഒരൊറ്റ സലാത്ത് തന്നെ എന്റെ പേരിൽ ചൊല്ലിയാൽ എനിക്കിന്നത് കിട്ടുമെന്നല്ലല്ലോ നബിതങ്ങൾ പറഞ്ഞത്. സല്ലല്ലാഹു അലൈഹി അസ്റാ, അവന് ചുരുങ്ങിയത് 10 ഗുണം അല്ലാഹു കൊടുക്കും. സലാത്തിന്റെ ഗുണം നമുക്കാണ്, നബിതങ്ങൾക്കല്ല. നബിതങ്ങൾക്ക് റബ്ബ് ഏതായാലും ഗുണം ചെയ്യുമെന്നത് അതാ റബ്ബ് പ്രഖ്യാപിച്ചതാണ്. ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി, നബിതങ്ങൾക്ക് ആദരവോടെയുള്ള ഗുണം ചെയ്യുമെന്നത് അല്ലാഹ് തീരുമാനിച്ച് പ്രഖ്യാപിച്ച കാര്യമാണ്. മലക്കുകളും ഹബീബ് നബിതങ്ങൾക്ക് വേണ്ടി അവിടുത്തെ പുകഴ്ത്തി പറയുകയും സലാത്ത് നിർവഹിക്കുകയും ചെയ്യുമെന്നത് ഖുർആൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞതാണ്.